നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിരാശ നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. അതായത് നമ്മളെല്ലാവരും കാത്തിരുന്നത് ബജറ്റിൽ ക്ഷേമ പെൻഷനിനെ കുറിച്ചുള്ള വർധനവ് സംബന്ധിച്ച വിവരം ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കാത്തിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊരു വിവരവും ലഭിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ വർധനവ് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചു. ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഒരുപാട് ആൾ കമൻ്റായിട്ടും മെസ്സേജായും ചോദിക്കുന്ന ചോദ്യമാണ് 4800 രൂപയുടെ പെൻഷൻ കുടിശ്ശികയുമായി സംബന്ധിച്ചത്. 4800 രൂപയുടെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസമായിരിക്കും വിതരണം ചെയ്യുക. അതും ഒരുമിച്ചല്ല വിതരണം ചെയ്യുന്നത്. 4800 രൂപ ഒരുമിച്ചല്ല നമുക്ക് ലഭിക്കുക, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിതരണം ചെയ്യുക. ആകെയുള്ള 5 മാസത്തെ പെൻഷൻ തുകയിൽ 2 മാസത്തെ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ഒരു ഗഡു ഓണത്തിനും ഒരു ഗഡു ക്രിസ്മസിനും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 3 മാസത്തെ പെൻഷൻ തുകയാണ്. അതായത് 4800 രൂപ സർക്കാരിന് ലഭിക്കുന്ന ഫണ്ടിനനുസരിച്ച് പെൻഷൻ തുക ഉടനെ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സാധാരണ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ 1600 രൂപ വീതമായിരിക്കും ലഭിക്കുക. എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലായിട്ടാണ്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉണ്ടായിരിക്കുക. 1600 രൂപയായിരിക്കും വിതരണം ചെയ്യുക എന്നും സർക്കാർ അറിയിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സഹായം 2000 രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക.